Welcome to our YouTube channel. നമ്മൾ ചെറിയ ഗേൾസ് ട്രിപ്പ് പോവാ. എവിടേക്കാ ചേച്ചി പോകുന്നേ? ഗേൾസ് ട്രിപ്പ്. ഗേൾസ്. ഏത് ഡാമിക്കാ നമ്മൾ പോണേ? ശരി, നമ്മൾ എവിടേക്കാ പോന്നേ? പറ. നമ്മൾ ഇന്ന് ചുള്ളിയ ഡാമിക്ക്. ചുള്ളിയ. ശരി, അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഗേൾസ് ഓൺലി ട്രിപ്പാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ചുള്ളിയാർ ഡാമിലേക്കാണ് പോകുന്നത്. എൻ്റെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു, അവളെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കാർക്കും വഴിയൊന്നും അറിയില്ലായിരുന്നു. സോ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് വേറെ എവിടെയോ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എൻട്രി ഇല്ലാന്നവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് വേറൊരു സ്ഥലത്ത് കൂടെ പോകണമെന്ന്. പക്ഷെ ഈ കാണുന്ന എല്ലാവരും അവിടെ ഞങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്കും എല്ലാവർക്കും വഴി തെറ്റി. എന്നിട്ടാണ് പിന്നെ ഇവിടെ വന്നത്. അപ്പം ആ ഗേറ്റ് അടച്ചു വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനായി. നോക്കുമ്പോൾ സൈഡ് കൂടെ പോയാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൈഡ് കൂടെ കയറിയിട്ടു. പക്ഷെ ഇവിടെ തിരക്കൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്, അതുകൊണ്ടാണ് തോന്നുന്നു. കുറേ ട്രാവലറും കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ തുടങ്ങി. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു ഡാം കാണാൻ വേണ്ടിയിട്ട്. ഇച്ചൂസ് ഫുൾ ഹാപ്പിയാണ്. ഇച്ചൂസിന് പുറത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവൾക്ക് പുറത്ത് കറങ്ങി നടക്കാനാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് അവൾ അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഡാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ വഴികളുണ്ട്. ഗൂഗിൾ മാപ്പ് കാണിച്ചത് ഞങ്ങൾക്ക് വേറൊരു വഴിയാണ്, പക്ഷെ ഞങ്ങൾ കയറി വന്നത് വേറൊരു വഴിയാണ്. അവിടെ പക്ഷേ എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ എൻട്രൻസിൽ നിന്ന് കുറച്ചൊരു 300 മീറ്ററോളം നടക്കാനുണ്ടാവും. ഡാമിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ ആ വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയാണ്. കുറേ മലനിരകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നെല്ലിയാമ്പതി മല എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അവർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്ന കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇതാണ് ടൊമയിൽ നിന്ന് നോക്കിയ എല്ലാവരും വ്യൂ. അടിപൊളി വ്യൂ തന്നെയാണ്. നല്ല രസമാണ്. ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചൂസിനെ എങ്ങനെയെങ്കിലും സൈഡ് ആക്കണമല്ലോ. ആൾക്ക് ഫോൺ കൊടുത്തതും പിന്നെ ആൾക്ക് കിടക്കണം എന്ന് പറഞ്ഞു. ആൾ നൈസായി അവിടെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല, കാരണം ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് നടക്കണമല്ലോ. അതുകൊണ്ട് ആളവിടെ നൈസായി ഫോണും നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ റീലെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചൂസിൻ്റെ മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. ആൾക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, കാരണം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊരു സൺസെറ്റും കണ്ട് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടു. ഞങ്ങൾ ഇറങ്ങിയിട്ട് എൻ്റെ നാത്തൂന് വരാൻ മനസ്സിലായിരുന്നു. പിന്നെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ, കാരണം അത്രയും ഭംഗിയാണ് അവിടെ. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡാമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അടിപൊളി ഈവനിങ് ആയിരുന്നു. നല്ലൊരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു സൺസെറ്റ് ഒന്നും കാണാറില്ല. ഇതാ ഇവിടെ ഈ ഡാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വർഷമാണ് ഇത് നിർമ്മിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ താഴെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ ഷോപ്പ് കണ്ടത്. അപ്പോൾ ഈ ജ്യൂസിനും മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങയും കൂടി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോയത്. മാങ്ങയും വാങ്ങിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടോ, കാരണം ഞങ്ങൾക്ക് കുടലിടവും കൂടി കയറാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുമോന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ലപോലെ ഇരുട്ടായിരുന്നു. എന്നാലും സാരമില്ല, വന്നതല്ലേ നമുക്കൊന്ന് പോയി നോക്കാം, കാരണം കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. സോ ഞങ്ങളും എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് ഇത് എന്താണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, 30 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് ഒരാൾക്ക്. ഞങ്ങളൊരു 3 ടിക്കറ്റ് വാങ്ങിച്ച് അകത്തേക്ക് കയറി. അവരവിടെ കുറച്ച് ഒരു പണ്ടത്തെ വില്ലേജ് സെറ്റപ്പൊക്കെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മറ്റേ ഏർമാടം, ഊഞ്ഞാല്, പിന്നെ കുതിരവണ്ടി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. തോണി, അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഡോറ് തുറക്കുമ്പോൾ വിശാലമായ പാടം കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാം പോയി കരിഞ്ഞൊരു പാടമാണ് കണ്ടത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ കുറച്ച് തോണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം താമരപ്പൂക്കളുടെ നടുവിൽ കൂടെ തുഴയെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ താമരപ്പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. താമരപ്പൂവില്ലെങ്കിലും ചുമ്മാ തോണിയിലെങ്കിലും ഇരുന്ന് തുഴയാന്ന് വിചാരിച്ചു. ഫുൾ ആക്ടിങ്. ചൂസ് പിന്നെ എങ്ങനെ തുഴഞ്ഞാലും കാര്യമില്ല അമ്മ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയിട്ടായിരുന്നു ആള് തുഴയില്ല. പിന്നെ ഞാൻ മെല്ലെ തിരിച്ചിരിപ്പിച്ചത് ഇങ്ങനെ തുഴയെന്ന് പറഞ്ഞു. ആള് നല്ല ഉഷാറായി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ട്
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഏർമാടത്തിൽ കയറാനായിരുന്നു. ഇച്ചൂസ് എവിടെ ഒരടി സമ്മതിക്കുന്നില്ലായിരുന്നു, അവൾക്കും കയറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൾക്കത് കയറാൻ പറ്റില്ല, കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്, ചെറുതും അല്ലേ. പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞാൻ അവിടെ താഴെ നിർത്തി ഞാൻ മേലെ കയറുമ്പോൾ വലിയ പേടിയൊന്നുമില്ല, പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളി വ്യൂ ആയിരുന്നു എൻ്റെ മേലെ കയറി നിന്നിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ മാത്രം വ്യൂ ആസ്വദിച്ചാൽ പോരാ, ഞങ്ങളും കയറട്ടെ എന്നും പറഞ്ഞു എൻ്റെ കയ്യിൽ ഇച്ചുനെയും തന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കയറാൻ തുടങ്ങി. അപ്പോഴും ഇച്ചൂസിന് മേലെ കയറണം എന്ന് പറഞ്ഞു വാശിയായിരുന്നു കേട്ടോ. പക്ഷെ അത് കയറാൻ പറ്റില്ല, കുറച്ച് റിസ്ക് ആണ്. സോ അവളെ ഞങ്ങൾ കയറാൻ സമ്മതിച്ചില്ല. ഇച്ചൂസിന് നല്ലപോലെ ദേഷ്യം ഉണ്ടായിരുന്നു അതിൽ കയറാൻ വിടാത്തതുകൊണ്ട്. പിന്നെ ഇതിവിടെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അവരൊരു കുളം പോലെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിറയെ മീനുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല, നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുതിരവണ്ടി കയറാൻ. വേറെ ആൾക്കാരും ഇല്ല, കാരണം നൈറ്റ് ആയില്ലേ, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ എൻ്റെ അടുത്ത് പോയി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇച്ചൂസിന് അതിൻ്റെ ഉള്ളിൽ കയറണം തന്നെ വാശി. പിന്നെ ഞാനും ഇച്ചൂസും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇച്ചൂസ് ഇതാ ഹാപ്പിയായി. ഇച്ചൂസ് ഇത് മൂവ് ആവുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാലും ഇച്ചൂസ് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇച്ചൂസിനെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് ഇറക്കി. പിന്നെ ഞങ്ങൾ പോയത് ഇതിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അത് ഇപ്പം കാലുകൊണ്ട് കറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ഒട്ടും ബാലൻസ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. 2 കാല് വെച്ച് കറക്കാൻ നോക്കിയിട്ട് പോലും ഒന്നും പറ്റുന്നില്ല. നമ്മൾ ഒരു കാല് വെച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് അടുത്ത കാലം അത്രയ്ക്കും സ്പീഡിലാണ് അത് കറങ്ങിപ്പോകുന്നത്. ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ, പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്ന അവിടെ ഒന്നും ഇത് നിൽക്കില്ല. അപ്പം എന്നെ കമൻ്റ് അടിച്ചുകൊണ്ടിട്ട് ഇരിക്കണ്ടായിരുന്നു എൻ്റെ അനിയത്തി. അവൾ കയറിയത് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അവൾ കയറിയിട്ടോ, ഇപ്പം സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യുന്ന കാണിച്ചു തരാം. കണ്ടല്ലോ, സിമ്പിളായിട്ട് ആൾ കൺട്രോൾ ചെയ്യുന്നത്. ആൾക്ക് പിന്നെ ചവിട്ടാനേ പറ്റില്ല, ഞാനെങ്കിലും കുറച്ചെങ്കിലും ആൾക്ക് പിന്നെ ചവിട്ടാനേ പറ്റില്ല. അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ നിങ്ങളവിടെ നിന്ന് കറക്കിക്കോ, ഞാനിവിടെ സൈക്കിളിൽ ബെല്ലടിച്ച് കളിച്ചോളാം എന്ന് പറഞ്ഞാൽ ആള് ബെല്ലടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ നാത്തൂൻ നിങ്ങളൊക്കെ മാറി ഞാൻ കറക്കി കാണിച്ചു തരാമെന്നും പറഞ്ഞാൽ ആള് കയറുന്നത്. കയറിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് കണ്ട പോലെ അത്രയ്ക്ക് ഈസി ഒന്നുമല്ല. എനിക്ക് 2 കാലൊന്നും വേണ്ട, ഞാൻ ഒരു കാലം കൊണ്ട് കറക്കാന്ന് പറഞ്ഞാണ് ആള് കയറിയത്. പക്ഷെ എവിടെ അത് നിൽക്കുന്നൊന്നുമില്ലായിരുന്നു, അത് അതിൻ്റെ ഇഷ്ടത്തിന് കറങ്ങായിരുന്നു. ഇതിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആള് നൈസായിട്ട് അതിൽ നിന്ന് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇച്ചൂസ് ഈ പാലം കാണുന്നത്. സോ ആ പാലത്തിൽ കൂടെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആള് പോയതാണ് കേട്ടോ. അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം. കുറച്ച് ലേറ്റായി പോയി ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസം തന്നെയായിരുന്നു, നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ, കാരണം കുറേ പേരൊക്കെ പോയി തുടങ്ങി. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.